എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഭക്തജനങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് പാമ്പൻ പാലത്തിൻ്റെ മേലെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാമൻ്റെ ജന്മ അവതാരം സമയത്ത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ രാമേശ്വരത്തും ധനുഷ്കോടിയിലും ഒക്കെ ഈശ്വരൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രംഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ഭക്തന്മാർ ഈ സ്ഥലത്ത് വരുന്നുണ്ട്. അവർക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാൻ കഴിയില്ല. എല്ലാ ദൃശ്യരൂപങ്ങളും ശ്രീരാമൻ്റെ രൂപം തന്നെയാണ്. അതിൽ അകത്ത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് ശ്രീരാമൻ. അത് അറിയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ജന്മം എടുത്തിട്ട് തൻ്റെ ജീവിതത്തിലൂടെ എല്ലാ മാനവ വംശത്തിലുള്ള ആളുകൾക്കും ഈ തത്വം, ഈശ്വരൻ എന്താണെന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അതുകൊണ്ട് ഭാരതം പുണ്യഭൂമി എന്ന് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ രാമേശ്വരത്ത് പോകുമ്പോൾ ആദ്യം പാമ്പൻ പാലം കടന്നിട്ടാണ് പോകുന്നത്. അതിനുശേഷം ആടെയുള്ള ഈ ക്ഷേത്രം, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത് നമുക്ക് കാണാം. അതിനുശേഷമാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് ഈ ശ്രീരാമനും ഹനുമാനും സംഘങ്ങളും ചേർന്ന് പാലം കെട്ടിയ ആ സ്ഥലമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് അവിടെ ചെന്നാൽ ഈ ബംഗാൾ ഉൾക്കടലും ഈ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ഇടയ്ക്കാണ് ഈ പാലം കെട്ടിയത്. അത് ഇപ്പോഴും നമുക്ക് കാണാം. അത് ഇതിൽ ചെറിയ ദൃശ്യങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ട്. ആ സമയത്ത് വല്ലാത്തൊരു മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും രാമനാമം ജപിച്ചുകൊണ്ട് തന്നെ ഈ സ്ഥലം സന്ദർശിക്കണം. ശ്രീരാമന്റെ പാദം അവിടെ കാണുന്നുണ്ട്. ഇതാണ് ശ്രീരാമന്റെ പാദം. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം ശ്രീരാമൻ ധനുഷ്കോടി പാലം കെട്ടിയ ആ സ്ഥലം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കുക. അവിടെ യഥാർത്ഥമായിട്ടുള്ള ഈശ്വര അവതാരം നമുക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ ജനിച്ചു.